പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ രമേശ് സ്ഥാനാർത്ഥിയോടൊപ്പമാണ്, ബി രാധാകൃഷ്ണനോടൊപ്പമാണ് ചേരുന്നത്. ഗോകുൽ, പറയൂ, അവിടെ നിന്നുള്ള കുട്ടിക്കലാശത്തിന്റെ ആവേശ കാഴ്ചകളൊപ്പം സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളും. രോഹിണി, ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ കൊട്ടിക്കലാശം ആഘോഷങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. 4:30 മണിയോടുകൂടിയാണ് പല ഭാഗങ്ങളിലും ഈ ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പത്തനംതിട്ട നഗരത്തിലാണുള്ളത്. ഒപ്പം ഈ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലയുടെ BJP പ്രഭാരിയായിട്ട് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. നിലവിൽ പ്രചരണ പരിപാടികളൊക്കെ ഏതു വിധത്തിലാണ് എന്നുള്ള കാര്യങ്ങളടക്കം ആസൂത്രണം ചെയ്തത് അദ്ദേഹമായിരുന്നു. ചേട്ടാ, ഈ ഒരു മാസം നീണ്ട പ്രചാരണ കാലയളവിൽ പത്തനംതിട്ട ജില്ലയിൽ BJPക്ക് കൈവന്നിട്ടുള്ള ആത്മവിശ്വാസം, ജനങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ചരിത്ര വിജയം ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം വ്യാപകമായി പ്രാദേശികമായി നമ്മുടെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തലത്തിൽ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ആവേശത്തോടെ സംഘടനാ പ്രവർത്തകരും ഒപ്പം പൊതുസമൂഹവും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. പൊതുവായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ മുൻനിരയിൽ തന്നെയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അതേപോലെ വികസനം, ഈ 2 വിഷയങ്ങൾ ആണ് BJP പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൽ വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രാദേശിക തലത്തിലുള്ള പഞ്ചായത്തുകൾ അതിവിടെ വളരെ കൂടുതലാണ്. കാരണം വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്ത, നേരത്തെ ഇവിടെ 9 അസംബ്ലി മണ്ഡലം, ഇപ്പോൾ 5 അസംബ്ലി മണ്ഡലമായി. അപ്പം MLA-മാരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്ത പഞ്ചായത്ത്, പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് വേണ്ടത്ര സമൂഹത്തിന് പരിഗണന കൊടുക്കാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശം ഒരുപാട് വികസന പ്രശ്നങ്ങൾ നേരിടുന്നു, അവരാഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു പരിഹാരമായി അവർ കാണുന്നത് നരേന്ദ്രമോദിയെയും BJP സംവിധാനത്തെയും NDAയെയും ഒക്കെയാണ്. അതാണ് ചേട്ടാ സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം ശബരിമല വിഷയമാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയൊക്കെ ഏറ്റവും സമകാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളിൽ വലിയ സ്വാധീനം, പ്രത്യേകിച്ച് പത്മകുമാറിൻ്റെയൊക്കെ ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡ് കഴിഞ്ഞ പ്രാവശ്യം BJP വിജയിച്ച വാർഡാണ്. ഇപ്രാവശ്യവും അവിടെ ഉജ്ജ്വലമായ വിജയം നേടും. അതുപോലെ ശബരിമല ഉൾക്കൊള്ളുന്ന അവിടെ, കാരണം അവിടുത്തെ ആളുകളുടെ ആ വികാരം, ഞാനവിടെ പ്രവർത്തനത്തിന് ആ ഭാഗങ്ങളിൽ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അയ്യപ്പ വിശ്വാസം. അപ്പോൾ ആ പ്രദേശത്തെ ഈ വക വിഷയങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാം മനസ്സിൽ ശബരിമലയിൽ നേരിട്ട് കൊള്ളയടിക്കുന്ന കൊള്ളസംഘമായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ, അത് ഇടതും വലതും അക്കാര്യത്തിൽ ഒരുമിച്ചാണെന്നും, ഇപ്പോൾ ഏറ്റവും അടുത്ത് പുറത്തു വരുന്ന വിവരം വലിയ കോടാനുകോടിയുടെ വലിയ തട്ടിപ്പ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും ഇതര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഇവർ നടത്തുന്നു, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും വിശ്വാസികൾ, അത് അന്യമതസ്ഥർ പോലും, ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോലും ഒരു ക്ഷേത്രം കൊള്ളയടിക്കുന്നത് ഇത്ര വലിയ കള്ളന്മാർക്ക് അവസരം കൊടുക്കുന്നതിനെതിരാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വികാരമുണ്ട്. പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് വലിയൊരു ആത്മവിശ്വാസമുണ്ട്. ഭരണരംഗത്തുള്ള മാറ്റത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഇവിടെ 3 പഞ്ചായത്തിലായിരുന്നു ആകെ നമുക്ക് ഭരണമുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലായിരുന്നു. ഈ പ്രാവശ്യം അതൊക്കെ മാറിയിട്ട് 2 അക്കത്തിലധികം പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും BJP ഭരണത്തിലെത്തും. ബ്ലോക്ക് ഡിവിഷനുകൾ, അനേകം ബ്ലോക്ക് ഡിവിഷനുകൾ ഈ പ്രാവശ്യം ഭരണത്തിൽ വരും. ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഭരണത്തിൽ വരാനുള്ള അന്തരീക്ഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉണ്ടാവും. ഈ പ്രാവശ്യം തീർച്ചയായിട്ടും BJPയുടെ ഒരു ഉജ്ജ്വല വിജയം പത്തനംതിട്ട ജില്ലയിലുണ്ട്. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടാങ്ങൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ പത്തനംതിട്ട നഗരസഭ. ഈ 2 തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI-യുമായി ചേർന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന 2 തദ്ദേശ സ്ഥാപനങ്ങളാണ്. അപ്പം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ ശക്തികളോട് കൂട്ടുപിടിച്ച് ഇടതുപക്ഷം ഭരണം കൈയാളുന്നത്, അതിനെതിരെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു വികാരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ആ വികാരം മനസ്സിലായിട്ടുണ്ട്. എൻ്റെ പ്രതീക്ഷ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ BJP ഭരണം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സംഘടനാപരമായിട്ട് ആ നിലയിലുള്ള പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ടയിലും ഏതാണ്ട് സമാനമായ രീതിയിൽ SDPI അടക്കമുള്ള
പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ആളുകളുമായി ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും മാറി മാറി കൂട്ടുകൂടുന്ന സാഹചര്യമുണ്ട്. സംഘടനാപരമായി നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, കാരണം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് സംഘടനാപരമായ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ അതിശക്തമായി നേരിടാൻ നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പ്രാദേശികമായി നമ്മുടെ നേതൃത്വം ഈ ജില്ലയുടെ ഉൾഭാഗങ്ങളിൽ വളരെയേറെ ആവേശത്തോടെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ആ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. മറ്റൊരു വിഷയം കൂടെ ചേട്ടാ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥലം പത്തനംതിട്ട. ശരി ഗോകുൽ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഗോകുൽ, NDA സ്ഥാനാർത്ഥിയായ ബി രാധാകൃഷ്ണ മേനോന്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് നേരെ ഇനി എറണാകുളത്തേക്ക് പോകേണ്ടതുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അതിശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ തൃപ്പൂണിത്തുറ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും എല്ലാ മുന്നണികളും ആത്മവിശ്വാസത്തിൽ തന്നെയാണോ? കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്? രോണി, ഇപ്പോൾ വലിയ ഒരു ആവേശം തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ 3 മുന്നണികളും തമ്മിൽ ശക്തമായ മത്സരം ഒരു സ്ഥലം തൃപ്പൂണിത്തുറ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന്. അവിടെ കൊട്ടിക്കലാശവും അതിൻ്റെ എല്ലാ ആവേശവും ആഘോഷവും പകർന്നു തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ LDFിൻ്റെയും NDAയുടെയും BJPയുടെയും കൊട്ടിക്കലാശങ്ങൾ ഇവിടെ സ്റ്റാച്യു ജംഗ്ഷനിൽ, തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ സംഗമിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം UDFിൻ്റെ കൊട്ടിക്കലാശവും ഈ ജംഗ്ഷനിലേക്ക് വന്നെത്തും. അതോടുകൂടി 3 മുന്നണികളും മത്സരിച്ചുള്ള ആവേശ പോരിലേക്ക് എത്തുന്ന അവസാന ആ നിമിഷം അത് ആഘോഷമാക്കി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ സംഗമിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ആവേശം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളും അടക്കം പ്രായമായവരും എല്ലാം തന്നെ ഈ ആവേശത്തിൻ്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുകയും ചെയ്തിരിക്കുന്നു. അവരെയെല്ലാം നമുക്ക് ഈ ആവേശത്തിൻ്റെ ഭാഗമായി ഇവിടെ കാണാനും കഴിയുകയും ചെയ്യും. എങ്ങനെയാണ്? വലിയ ആവേശത്തിലല്ലേ? എങ്ങനെ തൃപ്പൂണിത്തുറയിൽ നല്ല ടൈറ്റുള്ള മത്സരമാണ്. BJPയും LDFും തമ്മിലാണ് മത്സരം. കോൺഗ്രസിന് ഇവിടെ സ്ഥാനമില്ല. എന്തായാലും ഞങ്ങൾ തൃപ്പൂണിത്തുറ ഭരിക്കും. BJP തൃപ്പൂണിത്തുറ ജയിച്ചിരിക്കും. അതെ 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 അതെ, നല്ല പ്രതീക്ഷയോടെ ഞങ്ങൾ നിൽക്കുന്നത്. ജയിക്കും, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും. ഇപ്രാവശ്യം നമ്മുടെ തൃപ്പൂണിത്തുറ ഭരിച്ചപ്പോൾ നമ്മൾ ഭരിക്കും. വലിയ ഒരു ആവേശം തന്നെ നമുക്ക് അവരിൽ കാണാൻ കഴിയും. ജയിക്കും, ഭരിക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസം അത് തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ പ്രധാനമായും ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്ന മുദ്രാവാക്യം. കാരണം കഴിഞ്ഞ തവണ 17 സീറ്റുമായി മുഖ്യ പ്രതിപക്ഷമായ NDA സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്ക് നടന്നു നീങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അതിവേഗം വളരുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അതിൻ്റെ ഒരു ആവേശം ആ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തന്നെ കാണാൻ കഴിയും. കൂടുതൽ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. സ്ഥാനാർത്ഥികൾ ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ സംഗമിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് NDAയുടെ പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ, മറുഭാഗത്ത് CPMന്റെ പ്രവർത്തകർ, LDF മുന്നണിയുടെ പ്രവർത്തകർ, ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകർ, UDFന്റെ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി അവർ അവിടെയും നിൽക്കുന്നു. അങ്ങനെ ഒരു സ്റ്റാച്യു ജംഗ്ഷൻ ആവേശത്തിന്റെ ആഘോഷത്തിന്റെ പ്രധാനമായും, അതായത് നിശബ്ദ പ്രചരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ആഘോഷങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്. 6 മണി വരെയാണ് ഈ ആഘോഷങ്ങളുടെ ഒരു സമയം എന്ന് പറയുന്നത്. 6 മണിക്ക് സമയപരിധി കഴിയും. 1 മിനിറ്റ് പോലും പിന്നീട് ഈ ശബ്ദ ശബ്ദങ്ങളോടെയുള്ള അനൗൺസ്മെന്റുകളോടെയുള്ള ഒരു ആഘോഷത്തിലേക്ക് കടക്കാൻ കഴിയില്ല, പ്രചരണത്തിലേക്ക് കടക്കാൻ കഴിയില്ല. കൃത്യം 6 മണിക്ക് അത് നിർത്തണം. അതേ ഘട്ടത്തിൽ തന്നെയാണ് വലിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് PL ബാബു, BJPയുടെ നേതാവ്, ഒപ്പം സ്ഥാനാർത്ഥി കൂടിയായ PL ബാബു ആണ്, എങ്ങനെയാണ് ഈ ഒരു ഇതിനെ കാണുന്നത്? തൃപ്പൂണിത്തുറയിൽ 40 സീറ്റ് നേടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും, യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജനങ്ങൾ മുഴുവനും കാത്തിരിക്കുകയാണ് 9-ാം തീയതിക്ക് വേണ്ടിയിട്ട്. ഈ തെരഞ്ഞെടുപ്പ് തൃപ്പൂണിത്തുറയുടെ വിധിയെഴുത്ത് മാത്രമല്ല, തൃപ്പൂണിത്തുറയിലൂടെ കേരളം പിടിക്കാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പദ്ധതിക്ക് മുതൽക്കൂട്ടായി മാറാൻ പോവുകയാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയാണ് എനാൻ ഓഫ് ചൈന എന്ന് പറയുന്ന പോലെ ഇവിടെ നിന്നാണ് തിരുവനന്തപുരം പിടിച്ചെടുക്കാനുള്ള വിപ്ലവം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ല. 40 സീറ്റ് നേടിയെടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ അഴിമതി കൂടാരത്തിലെ
UDF-ഉം LDF-ഉം ഒന്നിച്ച് ഭരിക്കുന്ന ഈ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ഭരണകൂടത്തിനെ എന്നേക്കുമായിട്ട് തൃപ്പൂണിത്തുറയിൽ കെട്ടുകെട്ടിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. യാതൊരു സംശയവുമില്ല. 9-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി വിധിയെഴുത്ത് വരുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയശ്രീലാളിതരായി ഇതിലൂടെ പ്രകടനം നടത്തുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 40 സീറ്റിലധികം നേടി NDA തൃപ്പൂണിത്തുറ ഭരിക്കും എന്ന കാര്യം തന്നെയാണ് അഡ്വക്കേറ്റ് PL ബാബു, BJPയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറിയാണ്, തൃപ്പൂണിത്തുറയിലെ മുതിർന്ന നേതാവാണ്, സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം സംശയങ്ങൾ ഏതുമില്ലാതെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 40-ലധികം സീറ്റുമായി NDA മുന്നണി തൃപ്പൂണിത്തുറയിൽ അധികാരത്തിൽ വരും എന്ന കാര്യം തന്നെയാണ്. അത്രമാത്രം സംഘടനാ സംവിധാനം ശക്തമാണ്, അത്രമാത്രം ജനപിന്തുണ കൂടുതൽ ആർജിച്ചിരിക്കുന്നു NDA മുന്നണി എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അധികാരത്തിൽ വരാൻ, വീണ്ടും മുനിസിപ്പാലിറ്റി ഭരിക്കാൻ LDF-ഉം മുമ്പ് നഷ്ടമായ ഭരണം തിരിച്ചു പിടിക്കാമെന്ന കണക്കുകൂട്ടലിൽ UDF-ഉം രണ്ട് മുന്നണികളെയും തറപറ്റിച്ചുകൊണ്ട് വിജയക്കൊടി നാട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ NDA മുന്നണിയും മത്സര രംഗത്തിറങ്ങുമ്പോൾ സമാനതകളില്ലാത്ത ഒരു ആവേശം തന്നെയാണ് മത്സര രംഗത്ത്, തൃപ്പൂണിത്തുറയിലെ മത്സര രംഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. അതെ ജിജേഷ്, തൃപ്പൂണിത്തുറയിൽ ആവേശ പോരാട്ടം